ഏറ്റുമാനൂർ ശക്തിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷവും കുടുംബസംഘവും ഫ്രാൻസിസ് ജോർജ് എം.പി ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പല പദ്ധതികളും റെസിഡൻസ് അസോസിയേഷനുകളുടെ സഹകരണത്തോടെ വിജയകരമായി നടപ്പിലാക്കാൻ കഴിയുമെന്ന് എം.പി പറഞ്ഞു. പൊതുവിൽ ഒരുപക്ഷെ സർക്കാരോ മുനിസിപ്പാലിറ്റിയോ ചെയ്യേണ്ട കാര്യങ്ങൾ വരെ ഏറ്റെടുത്ത് ഈ റെസിഡൻസ് അസോസിയേഷൻ നടത്തുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ ഒരു സിവിക് സെൻസ് കേരളത്തിൽ പൊതുവെ കുറവുള്ളൊരു കാര്യമാണ്. കേരളത്തിൽ നമ്മുടെ രാജ്യത്ത് തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയും. ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോഴും അവർ എത്ര മനോഹരമായിട്ടാണ്, അവിടുത്തെ ആളുകൾ തന്നെയാണ്, ലോക്കൽ അവിടെ താമസിക്കുന്നവർ തന്നെയാണ് ആ പരിസരമെല്ലാം വൃത്തിയാക്കി നല്ല മനോഹരമാക്കി അത് കാത്തു സൂക്ഷിക്കുന്നു. അല്ലെങ്കിൽ അവിടെ നമുക്ക് ഫൈൻ വരുമെന്നുള്ള ഒരു കാര്യമുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ ഉപരിയായി അത് ചെയ്യാനുള്ള ഒരു നല്ല മനസ്സാണ്, ആ ഒരു സിവിക് സെൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ഹാളിൽ അസോസിയേഷൻ പ്രസിഡന്റ് ദിനേശ് ആർ ഷേണായി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നടന്നു. അസോസിയേഷൻ സ്ഥാപക പ്രസിഡന്റ് എം.എസ്. മോഹൻദാസിനെ ആദരിച്ചു. ഹിയർസാപ്പിന്റെ സഹകരണത്തിൽ നടത്തിയ സൗജന്യ കേൾവി പരിശോധനയുടെ ഉദ്ഘാടനം ഏറ്റുമാനൂർ നഗരസഭ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബീന ഷാജി നിർവഹിച്ചു. റെസിഡൻസ് അസോസിയേഷൻ അപെക്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് കെ.എം. രാധാകൃഷ്ണപിള്ള ഓണ സന്ദേശം നൽകി. സെക്രട്ടറി ബി. സുനിൽകുമാർ, ട്രഷറർ എൻ. വിജയകുമാർ, എ. ബി. പ്രദീപ് കുമാർ, അമ്മിണി സുശീലൻ നായർ എന്നിവർ പ്രസംഗിച്ചു. തിരുവാതിരകളി, സുപ്രിയ ശ്രീകുമാറിന്റെ ക്ലാസിക്കൽ ഡാൻസ് തുടങ്ങി വിവിധ കലാപരിപാടികളും നടന്നു.